ഇന്ന് നമ്മളെടുക്കാൻ പോകുന്ന പോർഷൻ ഫസ്റ്റ് എയ്ഡാണ്. ഞാൻ ജിൻസി അഗസ്റ്റിൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഗവൺമെൻറ് ITI ഫോർ വുമൻ, കോഴിക്കോട്. ഇന്നത്തെ നമ്മളുടെ ഒബ്ജക്റ്റീവ്സ്, നമുക്ക് ആഫ്റ്റർ ദിസ് സെഷൻ യു വിൽ ബി ഏബിൾ ടു സ്റ്റേറ്റ് വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്, ലിസ്റ്റ് ദ കീ എയിംസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, explain what is ABC of first aid. Then you will be able to brief how to give first aid for a victim who need first aid. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റ് എയ്ഡ് നോക്കും, എന്താണ് ഫസ്റ്റ് എയ്ഡിൻ്റെ എയിംസ്, ഫസ്റ്റ് എയ്ഡിൻ്റെ ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് അതെന്താണെന്ന് നോക്കും. ദെൻ ഒരു വിക്ടിമിന് എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് ആവശ്യമായിട്ടുള്ള ആൾക്ക് എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് നോക്കും. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ദെൻ വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഇമ്മീഡിയറ്റ് കെയർ ആൻഡ് സപ്പോർട്ട് ഗിവൺ ടു ആൻ അക്യൂട്ട്ലി ഇഞ്ചേർഡ് ഓർ ഇൽ പേഴ്സൺ. അതായത് ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി അയാൾക്ക് കൊടുക്കുന്ന പ്രഥമ ശുശ്രൂഷ, അതാണ് ശരിക്കും മലയാളത്തിലുള്ളൊരു വേർഡ് ഫസ്റ്റ് എയ്ഡ്. പ്രഥമ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രാഥമികമായി കൊടുക്കുന്ന ശുശ്രൂഷയാണ്. എന്തിനു വേണ്ടി? ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്, ഇമ്മീഡിയറ്റ് കെയർ ആൻഡ് സപ്പോർട്ടാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതൊരു ഇമ്മീഡിയറ്റ് ലൈഫ് സേവിങ് പ്രൊസീജിയറാണ്. ദെൻ നമുക്ക് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ റിസോഴ്സസും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ യൂസ് ചെയ്യും. ദെൻ let us see what are the first key aims of first aid. ഫസ്റ്റ് വൺ, പ്രിസർവ് ലൈഫ്. ഒരാളുടെ ലൈഫ് പ്രിസർവ് ചെയ്യുക. ദെൻ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? പേഷ്യൻ്റ് ശ്വാസം വലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ അതിന്മേ ഒരു റിക്കവറി പൊസിഷനിൽ കിടത്തി അതിന്മേൽ തന്നെ ബാക്ക് സ്ലാപ്സ് ആൻഡ് അബ്ഡോമിനൽ ത്രസ്റ്റ് നമുക്ക് മാറി അയാളുടെ പുറത്ത് തട്ടി കൊടുക്കുക. അബ്ഡോമിൻ്റെ ഭാഗത്ത് ഒരു ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാണ്, അതായത് ശ്വാസം എടുക്കാൻ വേണ്ടി തന്നെ ചെറിയ ശ്വാസം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ലാസ്റ്റ് സെഷനിൽ നോക്കി. ഇപ്പം ചെറുതായിട്ട് ശ്വാസം എടുക്കുന്നുള്ളൊരു കണ്ടീഷനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ശ്വാസത്തിനെ സ്പീഡിലാക്കാൻ വേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എയ്ഡ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഒന്ന് അയാളുടെ പുറത്ത് തട്ടി കൊടുക്കുക, അയാളെ പിന്നെ നെഞ്ചിലും ഒന്ന് തട്ടി കൊടുക്കുക. ഇതാണ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം. ഇനി അയാൾക്ക് പിന്നെ ഒരു ഇഞ്ചേർഡ് പേഴ്സൺ ആണ്, അയാൾക്ക് കൂടുതലായിട്ടുള്ള ഹാംസ് ഒന്നും വരാതെ നോക്കണം. അപ്പം അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ആദ്യമേ ഫസ്റ്റ് തന്നെ എവിടെ നിന്നാണോ എങ്ങനെയാണോ ഒരു ഹാം പറ്റിയിരിക്കുന്ന സ്ഥലത്തു നിന്ന്, ഒരാൾക്ക് അപകടം പറ്റിയിരിക്കുന്ന സ്ഥലത്തു നിന്ന് അയാളെ അവിടെ നിന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ബ്ലീഡിങ് ഒക്കെ നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രഷർ ചെയ്ത് കൊടുക്കുക, അതായത് പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെ എന്തിനാ? കൂടുതലായിട്ടുള്ള ബ്ലീഡിങ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി. ദെൻ അടുത്തതായിട്ട് പ്രൊമോട്ട് റിക്കവറി. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ, റിക്കവറി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ അടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ട്രെയിനിങ്, ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം. ഹൗ ടു യൂസ് അഡ്ഹസീവ് ബാൻഡേജ്, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ദെൻ അതിനു വേണ്ടി ഉള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് നമുക്ക് പറയാം. എന്താണ് റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആദ്യമേ നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്താ? CPR കൊടുക്കുക. CPR കൊടുക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് എല്ലാ ആൾക്കാർക്കും തന്നെ ട്രെയിനിങ് കൊടുത്തിരിക്കണം. let us see what is ABC of first aid. ഫസ്റ്റ് എയ്ഡിൻ്റെ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A stands for airway, B breathing, C circulation. എയർവേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളൊരു ശ്വാസം കിട്ടുന്ന ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ അയാൾക്ക് കറക്റ്റായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ പൊസിഷൻ ചെയ്യണം. അതിന് അയാളുടെ എയർവേ ഓപ്പൺ ആണെന്നുള്ളൊരു കാര്യം ഉറപ്പാക്കി കൊടുക്കുക. എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുക. നെക്സ്റ്റ് ബ്രീത്തിങ്. ശ്വാസം കിട്ടിയിട്ട് നിലച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അയാൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രീത്തിങ്ങിനെ എയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കണം. നെക്സ്റ്റ് വൺ, സർക്കുലേഷൻ. ദെൻ അയാൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് അത് ചെയ്ത് കൊടുക്കുന്നത്, CPR ചെയ്ത് കൊടുക്കുക. സ്പീഡ് കൂട്ടാൻ വേണ്ടി തന്നെ ബ്ലഡ് സ്റ്റോപ്പാകാൻ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ CPR
കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ പാനിക് ആകരുത്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരാൾക്ക് നമ്മൾക്ക് കൂടെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയിരിക്കുന്നുണ്ടെന്ന സമയത്ത് പാനിക്കാകുന്നതിന് പകരം എന്ത് ചെയ്യാം, മെഡിക്കൽ എമർജൻസി കോൾ ചെയ്യാം. പിന്നെ ചുറ്റും ഉള്ള ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റി അയാൾക്ക് സർക്കുലേഷനൊക്കെ കിട്ടുന്ന രീതിയിലാക്കി കൊടുക്കുക. അയാൾ നമ്മളെന്തെങ്കിലും ചെയ്ത് ശരിക്കും കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ളതിനെ കഴിഞ്ഞ് മാറി അതൊരു ഹാം ആയിരിക്കും. പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്ത് കൊടുക്കുക. ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക ബ്ലീഡിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ദെൻ CPR കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കൊരു എമർജൻസി റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു എമർജൻസി റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ്, എമർജൻസിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു അർജൻറ്റായിട്ടുള്ള കണ്ടീഷൻ തന്നെയാണെന്നുള്ള കാര്യം ആദ്യമേ ഉറപ്പാക്കുക. അടുത്തത് നമുക്കൊരു ക്രൈം റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ കേസ് മാറിയിട്ടൊരു ഫയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എങ്ങനെയാണ് ഫയർ സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് ഫയർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അടുത്തത് ലൈഫ് ത്രെട്ടനിങ് മെഡിക്കൽ എമർജൻസി, ആ പേഴ്സൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്കൊരു കാർ ക്രാഷാണ് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ഇഞ്ചുറീസിൻ്റെ സീരിയസ്നെസ് പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ, അതിനകത്ത് ഈ ആക്സിഡൻറ്റിൽ എത്ര പേര് ഇൻവോൾവ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസിക്കായിട്ടൊരു ഫസ്റ്റ് എയ്ഡിൽ വരുന്നത്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം.